കഥാപാത്രം എന്ന് പറയാൻ പറ്റില്ല, ഈ വഴിയെ പോകുന്ന ഒരു ഹായ് പറയുന്നു, അല്ലെങ്കിൽ ചേട്ടാ ഞാൻ പോയിട്ട് എന്നൊക്കെ പറയുന്നത്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ചെയ്തു തുടങ്ങി. അവിടെ നിന്നിട്ടാണ് എനിക്ക് ചെന്നൈയിലേക്കൊരു കോള് വരുന്നു. ആദ്യത്തെ വർക്കല്ല, ഈ അമ്മയാണ് ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ക്യാരക്ടർ. അമ്മ എന്ന് പറഞ്ഞ സീരിയൽ. അതിനകത്തൊരു ഒരു പയ്യൻ്റെ ക്യാരക്ടർ, ഒരു മകൻ്റെ ക്യാരക്ടറാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ചെന്നൈയിൽ നിന്നല്ല വിളിക്കുന്നത്. ശരിക്കും എൻ്റെ ഒരു സുഹൃത്തിന്, അദ്ദേഹം ഡബിങ് ആർട്ടിസ്റ്റാണ്, ബാബു പാല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ എനിക്ക് ഇവിടെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, അപ്പോൾ അത് നമുക്കൊന്ന് വോയിസ് നോക്കാമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ പറഞ്ഞു. ഒരു ഡേറ്റ് പറഞ്ഞു, ആ ഡേറ്റിന് കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, കാരണം ജോലിയില്ല, വീട്ടിൽ നിന്ന് എന്തെങ്കിലും തന്നാലേ പറ്റുള്ളൂ. അന്ന് എൻ്റെ പ്രായം ഏകദേശം 25 വയസ്സോളം ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ വീട്ടിൽ ഇറങ്ങുമ്പോഴേക്കും വീട്ടിൽ നമ്മൾ വയ്ക്കും, എവിടെ പോകുന്നു, ചാൻസ് അന്വേഷിച്ച് പോവുകയാണ്, എന്തെങ്കിലും നടക്കുമോ, ഇതാണ് ചോദ്യം. അപ്പോൾ എന്തെങ്കിലും എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് കേട്ടിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് ആ സമയത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കവേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശരത് എന്ന് പറഞ്ഞിട്ട്, അവൻ ഇന്നില്ല, മരിച്ചുപോയി. അവൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ 500 രൂപ വായ്പ മേടിച്ച് വെച്ചേക്കുന്നത്. ഈ പറയുന്ന ആർട്ടിസ്റ്റ് ആക്സിഡന്റിൽ മരിച്ചുപോയത്. ഞങ്ങൾ ശരിക്കും 2 വർഷത്തെ പരിചയമാണ് ഉണ്ടായത്. പക്ഷേ ഒരു ലൈഫ് ലോങ് ഫ്രണ്ട്ഷിപ്പ് അവനുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രണ്ട് എങ്ങനെ ആയിരിക്കണം ഞാൻ മനസ്സിലാക്കിയത് അവനിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ അവനിൽ നിന്ന് ഈ കാശ് വായ്പ മേടിച്ച് വെച്ചു. ഞാൻ പോകേണ്ട ഡേറ്റിന് ഈ തലേദിവസം ബാബുചേട്ടൻ വിളിച്ച് പറയാണ്, എടാ നാളെ വരണ്ട,